വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രെറ്റിയർ കോൺഫിഗർ ചെയ്യണം. എന്താണ് പ്രെറ്റിയർ? നമ്മൾ മുമ്പുള്ള നമ്മളെ വീഡിയോസിലൊക്കെ കണ്ടതാണ്. നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പ്രെറ്റിയർ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യാം പ്രെറ്റിയർ. എക്സ്റ്റൻഷനിൽ പോയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ, പ്രെറ്റിയർ കോഡ് ഫോർമാറ്റ് എന്നാണ്, അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒറ്റൊരു പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ആപ്ജേസ് ഫയലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കമാൻഡ് ഷിഫ്റ്റ് പി കൊടുക്കുക. എന്നിട്ട് ഫോർമാറ്റ് ഡോക്യുമെന്റ് വിത്ത് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക. ഞാൻ അവിടെ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ട് ഫസ്റ്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണം. എന്നിട്ട് അതിൽ കോൺഫിഗർ ഡീഫോൾട്ട് ഫോർമാറ്റിൽ നിന്ന് എടുത്തിട്ട് പ്രെറ്റിയർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾ ഇനി ഭാവിയിൽ ഏതൊക്കെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ സേവ് ചെയ്യുന്നുണ്ട് അതിന്റെയൊക്കെ ഡീഫോൾട്ട് ഫോർമാറ്റ് പ്രെറ്റിയർ ആയിരിക്കും. അതാണ് കോൺഫിഗർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ സെറ്റിംഗ്സിൽ പോവുക, കോഡിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫോർമാറ്റ് ഓൺ സേവ് എന്ന് പറഞ്ഞ ടിക്ക് ഇടുക. അതായത് ഫോർമാറ്റ് സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോർമാറ്റ് ചെയ്യണം. എന്തുപയോഗിച്ചാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്? പ്രെറ്റിയർ ഉപയോഗിച്ചാണെന്നുള്ള അതും കോൺഫിഗർ ചെയ്തു. അതാണ് ചെയ്യുന്നത്. അപ്പൊ പ്രെറ്റിയർ നിങ്ങൾ കോഡ് നിങ്ങൾ സ്പേസ് ഒക്കെ ഇട്ട് പോയിട്ടുണ്ടെങ്കിലൊക്കെ ഓട്ടോമാറ്റിക് ഫോർമാറ്റ്. ഞാൻ ഇവിടെ സ്പേസ് ഉണ്ടല്ലോ, ഞാൻ അത് സേവ് ചെയ്യാണ്. കമാൻഡ് സേവ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സ്പേസ് ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ പ്രെറ്റിയർ ഉപയോഗിക്കുന്നത്. നമ്മൾ കോഡ് എപ്പോഴും നീറ്റ് ആയിരിക്കണം, ഫോർമാറ്റഡ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ അതില്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വൃത്തിയായിട്ട് റീഡബിലിറ്റിയും അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഉദാഹരണത്തിന് ഇത് നല്ല വൃത്തിയുള്ള കോഡ് ഉണ്ടല്ലോ, ഞാനിത് എവിടുന്നോ പേസ്റ്റ് ചെയ്തു, ഇങ്ങനെ തന്നെ ഇട്ട് സേവ് ചെയ്തു. ഇങ്ങനെയാണ് നിങ്ങൾ ഈ കോഡ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പമുണ്ടോ? ഇല്ലല്ലോ. ഇതിന്റെ ക്ലോസ് എവിടെയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കണം. ഈ കേളി ബ്രേസ് ക്ലോസ് ചെയ്ത് എവിടെയാണെന്നുള്ളതൊക്കെ അപ്പൊ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ അതിന്റെ മുകളിൽ വേറെ ഏതെങ്കിലും ക്ലോസ് ഉണ്ട്, അതും ഇവിടെ നേരെ തന്നെ ഇട്ടു. അപ്പൊ ഇത് ഏതിന്റെ ക്ലോസ് ആണ് ഏതിന്റെ ഓപ്പൺ ആണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ പ്രെറ്റിയർ ഫോർമാറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫോർമാറ്റർ ഉപയോഗിക്കുമ്പോൾ തന്നെ പ്രെറ്റിയറിനെ തന്നെ പല രീതിയിൽ ഫോർമാറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് സിംഗിൾ കോട്ടിന് സ്ട്രിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ യൂസ് ചെയ്യാം. അപ്പൊ ചിലവർ എന്ത് ചെയ്യും, ഡബിൾ കോട്ട് ആയിരിക്കും ഓൾറെഡി യൂസ് ചെയ്യുന്നത്, ചിലവർ സിംഗിൾ കോട്ട് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഡബിൾ കോട്ട് ഉപയോഗിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ടീമിലുള്ള വേറൊരാള് ജാസിം ആണെങ്കിൽ ജാസിം എന്ത് ചെയ്തു, അവൻ പോയിട്ട് അടുത്തത് ചെയ്യുന്നത് എന്ത് ചെയ്തു, സിംഗിൾ കോട്ട് കൊടുത്തു. അവിടെ ഞാനിപ്പോ ഡബിൾ കോട്ട് ഉപയോഗിച്ചു, അവനൊരു പുതിയ റൗട്ടും കൂടെ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് അവന് പോസ്റ്റിന്റെ റൗട്ട് ആഡ് ചെയ്തു, അവനിവിടെ എന്ത് ചെയ്തു, സിംഗിൾ കോട്ട് കൊടുത്തു. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് കോഡ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്തു, ഒരേ കോഡിൽ തന്നെ രണ്ട് അപ്രോച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരാൾ രണ്ട് പാർട്ടിയിലും വർക്ക് ചെയ്യില്ലല്ലോ. അപ്പൊ അതേപോലൊക്കെ തന്നെ ആ ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഒരേ കോഡിൽ നമുക്ക് രണ്ട് അപ്രോച്ചിൽ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഒരുപാട് ഇഷ്യൂസ് വരും, കോൺഫ്ലിക്റ്റുകൾ വരും. അപ്പൊ അത് ഒഴിവാക്കാണ്ട് എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യണം. അപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് പ്രെറ്റിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡബിൾ കോട്ട് ആയിരിക്കും. അപ്പൊ ഞാൻ സിംഗിൾ കോട്ട് ഇട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡബിൾ കോട്ട് ആവും. പക്ഷേ നമ്മൾ ടീമിന് വേണ്ട സിംഗിൾ കോട്ട് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റൂട്ട് ഫോൾഡറിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതൊരു ഹിഡൻ ഫയലാണ്. ഡോട്ട് പ്രെറ്റിയർ ആർ സി ഒരുമിച്ച് തന്നെ, പ്രെറ്റിയർ ആർ സി 2 R ഉണ്ട്, പ്രെറ്റിയർ ഡബിൾ ടി ഉണ്ട്, പ്രെറ്റിയർ ആർ സി എന്നുള്ളത്. അപ്പൊ പ്രെറ്റിയറിന്റെ ഐക്കണൊക്കെ അവിടെ വന്നിട്ടുണ്ട് ആ ഒരു ഫയലിന്, കണ്ടല്ലേ. അപ്പൊ അതിൽ എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കും. ആ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. സിംഗിൾ എന്ന് തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ഇവർ കണ്ടോ, സിംഗിൾ കോഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബൈ ഡീഫോൾട്ട് അത് ഫോൾസ് ആണുള്ളത്, ഡീഫോൾട്ട് വാല്യൂ അത് ട്രൂ ആക്കാം. ഓക്കെ. എന്നിട്ട് ഞാൻ എന്റെ ഫയലിൽ പോയിട്ട് ഞാൻ വീണ്ടും ആ ഫയൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ കണ്ടോ, ഈ പ്രെറ്റിയറിൽ സിംഗിൾ കോട്ട് പ്രത്യേകം പറഞ്ഞുകൊണ്ട് പ്രെറ്റിയർ ആ കോൺഫിഗറേഷൻ എടുത്തിട്ട് എല്ലാ ഡബിൾ കോട്ടിനും സിംഗിൾ കോട്ടിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഒന്ന് സിംഗിൾ കോട്ടാണ്. പിന്നെയുള്ള ബാക്കിയുള്ള വേറെ കുറച്ച് കോൺഫിഗറേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് സെമി കോളൻ. അതായത് ഏതെങ്കിലും ഒരു അറേ ഒക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒക്കെ സെമി കോളൻ വേണം എന്നുള്ളത്. ജാവാസ്ക്രിപ്റ്റിൽ സെമി കോളന് ഇടാതിരിക്കാം. അപ്പം സെമി കോളൻ ട്രൂ കൊടുത്തു. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് പിന്നീട് നമുക്ക് കൊടുക്കാം. ഡീഫോൾട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വേറെ കുറച്ച് 2 വാല്യൂസ് എന്ന് പറയുന്നത് പ്രിന്റ് വിഡ്ത്ത്, അതായത് നിങ്ങൾ ഒരു ലൈന് എത്ര നീളം വെക്കണം, എത്ര കഴിഞ്ഞാലാണ് താഴോട്ടേക്ക് റാപ്പ് ചെയ്ത് കാണിക്കേണ്ടത് എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട്, എത്ര വേർഡ്സ് ക്യാരക്ടേഴ്സ് ഒരു ലൈനിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യണം എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഓപ്ഷനാണ് പ്രിന്റ് വിഡ്ത്ത്. അത് 80 കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രെയിലിംഗ് കോമ
ES5 ട്രെയിലിംഗ് കോമ എന്ന് പറയുന്നത് ലാസ്റ്റ് കോമ ഇടുന്നത് ES5ന്റെ സിന്റാക്സിൽ ഇട്ടോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് കൊടുത്തത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്രക്രിയന്റെ കൂടെ തന്നെ ചേർത്ത് പ്രക്രിയയിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ചില കാര്യങ്ങളൊന്നും കോൺഫിഗർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റർ കോൺഫിഗ് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി യൂസ് ചെയ്യാം. എഡിറ്റർ കോൺഫിഗ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ ഈ ഒരു ഐക്കണുള്ള സാധനമാണ് എഡിറ്റർ കോൺഫിഗ് .org. അപ്പൊ അതിൽ കുറച്ച് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ .എഡിറ്റർ കോൺഫിഗ് എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കോപ്പി ചെയ്യുന്നുണ്ട്. മെയിൻ ഫോൾഡറിൽ വന്നിട്ട് .എഡിറ്റർ കോൺഫിഗ്, അപ്പൊ ആ ഒരു ഐക്കൺ വന്നുണ്ടോ ഫയലിന്, എന്നിട്ട് അതിൽ സേവ് ചെയ്യേണ്ട റൂട്ട് ഈക്വൽ ടു ട്രൂ, പിന്നെ ന്യൂ ലൈൻ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് വേണമെന്നില്ല, കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല. ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട്, അതായത് എല്ലാത്തിനും എല്ലാ ഫയലിനും എന്തായിരിക്കണം എൻഡ് ഓഫ് ലൈൻ LF കൊടുക്കുക. പിന്നെ ഇൻസേർട്ട് ഫൈനൽ ന്യൂ ലൈൻ ട്രൂ കൊടുക്കാം. പിന്നെ അതേപോലെ കൊടുക്കാൻ പറ്റുന്ന വേറെ കുറച്ച് ഇത് പറയുന്നത്, നമ്മൾ സ്പേസിന് വേണ്ടിയിട്ട് ടാബോ സ്പേസോ ഉപയോഗിക്കല്ലോ. അപ്പൊ അത് ഏതാണ്, സ്പേസ് ആണോ ടാബ് ആണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൊടുക്കാം. ഇൻഡന്റ് സ്റ്റൈൽ സ്പേസ് എന്ന് കൊടുത്തു. ഇൻഡന്റ് സൈസ് 2 സ്പേസ് ആണ് ഒരു സൈസ് എന്ന് പറയുന്നത്. പിന്നെ കാർസെറ്റ് നമ്മൾ UTF-8 കൊടുത്തു. ഇതൊക്കെ പിന്നീട് നമുക്കൊരു ഇഷ്യൂ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗിറ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് വരും, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഏതെങ്കിലും ഒരു നമ്മൾ ലൈൻ ഇങ്ങനെ ഇട്ടിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു സ്പേസ് ഇട്ടു, ആ സ്പേസ് ഒക്കെ ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഓപ്ഷനാണ് ട്രിം ട്രെയിലിംഗ് വൈറ്റ് സ്പേസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഇത്രയും സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ടീമിൽ വർക്ക് ചെയ്യാനുള്ള സെറ്റായി, എല്ലാവരും ഒരേപോലെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാവരും ക്ലോൺ ചെയ്തെടുക്കുമ്പോൾ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അവർ സേവ് ചെയ്യുമ്പോൾ ഈ കോൺഫിഗറേഷൻ അനുസരിച്ചായിരിക്കും അവരുടെ ഫയൽസ് ഒക്കെ സേവ് ആവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് ഒന്നും വരില്ല. അങ്ങനെ അതും നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞു.